നാട്ടിന്റെ നടുവിൽ ആരാന്റെ കുഞ്ഞ് കടന്നു വരുന്നത് തനിക്ക് ഇഷ്ടമല്ല, അതല്ലേ കാര്യം? സർ, താൻ മല്ലിക ഡൈവോഴ്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? മല്ലിക ഒരിക്കലും പ്രസവിക്കില്ല. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 8 വർഷമായി. മല്ലിക പോയാൽ അപർണ വരുമെന്ന് താൻ ആഗ്രഹിക്കുന്നു. തെളിഞ്ഞും പറഞ്ഞും അപർണ ഇത് ഓഫർ ചെയ്യുന്നു. മാനം മര്യാദക്കുള്ള കുടുംബഹിതം അപർണയുമൊത്ത് സാധ്യമല്ലെന്ന് തനിക്ക് നന്നായിട്ടറിയാം. അവള് തനിക്കൊരു സന്തതി തരുന്നത് എന്താ ഉറപ്പ്? അവളുടെ പണവും പ്രതാപവുമാണ് തന്റെ പ്രൊവക്കേഷൻ. നോ സർ. പിന്നെന്താടോ, ദിവ്യ പ്രേമമാണോ? അതിനു പറ്റിയ ജനുസാണോ അപർണ? റാസ്കൽ. എന്താടോ ഇത്? ഹോസ്പിറ്റലോ മീൻ ചന്തയോ? തിരക്ക് കുറച്ച് കൂടുതലാ. തിരക്കൊക്കെ നിയന്ത്രിക്കാനാണ് ക്യൂ സിസ്റ്റം. ഈ എഴുതി വെച്ചിരിക്കുന്നത് കാഴ്ച വസ്തുവല്ല. സോറി മാഡം. ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ് അഗൈൻ. ടേക്ക് കെയർ. എന്താ ഈ തിരക്ക്? ഷീല കൺസൾട്ടേഷൻ തുടങ്ങിയില്ലേ? തുടങ്ങി. ആ അമ്മയാണോ? അമ്മയ്ക്ക് സുഖാണോ? യെസ് മാഡം. ഫോണിലാരാ? പേഷ്യൻസ് ആരെങ്കിലും ആണോ? അല്ല. വാർഡിൽ നിന്ന് സിസ്റ്റേഴ്സ് ആണോ? അല്ല മാഡം, വീട്ടിൽ നിന്നാണ്. വീട്ടിൽ ആരെങ്കിലും മരിച്ചോ? ഇല്ല. എങ്കിൽ ഫോൺ വെക്ക്. 100 രൂപ കൺസൾട്ടേഷൻ ഫീസ് തന്നവരാണ് വെയിറ്റ് ചെയ്യുന്നത്. ആതുര സേവനമൊന്നും ചെയ്യണ്ട, ജസ്റ്റ് ബിസിനസ്. അതെങ്കിലും കൃത്യമായിട്ട് ചെയ്യ്. ഗുഡ് മോർണിംഗ് മാഡം. ഒരു മാസം കൂടി അമ്മയൊന്ന് വിളിച്ചത്, അതും അനീതിക്കുട്ടിയുടെ കല്യാണക്കാര്യം പറയാൻ. അമ്മയോട് പറയാൻ പറ്റുമോ കൺസൾട്ടിംഗ് ടൈമാണ് ഫോൺ വെക്കാൻ? അപർണ ഇതൊന്നും മനഃപൂർവ്വം ചെയ്യുന്നതല്ല. അവര് വല്ലാതെ ഡിപ്രസ്ഡാ. എന്തൊക്കെ പറഞ്ഞാലും അവരുടെ എഫിഷ്യൻസി നമിക്കണം. ഇത്ര വലിയ ഹോസ്പിറ്റൽ നടത്തിക്കൊണ്ട് പോകുന്നില്ലേ, അത് മിഷൻ ഹോസ്പിറ്റലിനോട് മത്സരിച്ച്. എന്തായാലും ഡോക്ടർ അപർണ ഇത്ര ഓവറാണ്. ഒന്ന് പതുക്കെ. പെരുമാറ്റത്തിൽ മാത്രമല്ല, ഈവൻ ഇൻ ഡ്രസ്സിംഗ്. ടൈറ്റ് ജീൻസും ഒട്ടിക്കിടക്കുന്ന ടോപ്പും ഒരു ഡോക്ടറുടെ ഡ്രസ് കോഡാണോ അത്? ഭർത്താവിനെ തല്ലി ഓടിച്ചതല്ലേ. മറ്റുള്ള ആണുങ്ങളെ കൊതിപ്പിച്ച് നടക്കുമ്പോ അവർക്കൊരു റിലീഫ് കിട്ടുന്നുണ്ടായിരിക്കും. മല്ലികയുടെ ഹസ്ബൻഡ് അല്ലേ അപർണയുടെ കേസ് ഡീൽ ചെയ്യുന്നത്? അതെ. കേസ് കാര്യങ്ങൾക്ക് അപർണ വീട്ടിൽ വരാറുണ്ടോ? 1-2 പ്രാവശ്യം ആനന്ദിന് ഫോൺ ചെയ്യാറുണ്ട്. അതെന്താ ശീല അങ്ങനെ ചോദിച്ചേ? വക്കീലിനെ ഒറ്റയ്ക്ക് അവരുടെ കൂടെ വിടരുത്. എന്തേ? അപകടം പിടിച്ച ഒരു ആകർഷണീയത അവർക്കുണ്ട്, ഒരു ക്ലിയോപാട്ര ലൈൻ. ഹലോ ആനന്ദ്, യു ആർ ടു ക്രൂവൽ. രാവിലെ എത്ര വിഷമിച്ചാണ് ഞാൻ നിങ്ങളുടെ ഓഫീസിൽ വന്നത്. അപർണ എവിടെയാ? ഡെഡ് ഓർ അലൈവ്? ഒന്നും അന്വേഷിച്ചില്ലല്ലോ ഇതുവരെ. ഞാനൊരു ഡിസ്കഷനിലാണ്. 5 മിനിറ്റ് കഴിഞ്ഞ് അങ്ങോട്ട് വിളിക്കാം. ഷുവർ. ഹിയറിംഗിന് ഞാൻ വരണോ നിർബന്ധമുണ്ടോ? തോട്ടത്തിൽ റീപ്ലാന്റിംഗ് നടക്കുകയാണ്. വേണമെന്നില്ല. ഐ കീപ് യു ഇൻഫോംഡ്. ആ ശരി എന്നാ. ആനന്ദ്, അപർണ കേസിന്റെ പുതിയ ഡെവലപ്മെന്റ്സ് എന്തോ ഉണ്ടെന്ന്. പ്ലീസ്. ആ സ്ത്രീക്ക് വട്ട പറയാനുള്ളതെല്ലാം ഞാൻ ഓഫീസിൽ വന്നപ്പോ പറഞ്ഞതാ. പാവം വല്ലാതെ ഡിസ്റ്റർബ്ഡാ. ഹോസ്പിറ്റലിൽ നിന്ന് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി. എനിക്ക് വയ്യ. ഒന്നാമത് തലയ്ക്ക് വെളിവില്ല. ഞാൻ കുളിക്കുകയാണെന്ന് മറ്റോ പറ. ആനന്ദ് കുളിക്കാണ് അപർണ. ശരി ശരി, ഞാൻ പറയാം. ഗുഡ് നൈറ്റ് മാഡം. അതെ, അത്യാവശ്യമാണ്. ഒന്ന് അവിടെ വരെ ചെല്ലണോന്ന്. അപർണയുടെ വീട്ടിലേക്കോ? അതെ. പോയില്ലെങ്കിൽ ഇന്ന് രാത്രി അവർ നമ്മളെ ഉറക്കില്ല.
നേരം വെളുക്കുന്നവരെ 2 ഫോണിൽ മാറി മാറി വിളിച്ചോണ്ടിരിക്കും. കഴിഞ്ഞ ഞായറാഴ്ച ഓർമ്മയുണ്ടല്ലോ. ഹോ, നീ കാരണം ഞാൻ ഈ പുലിവാല് കേസേറ്റത്. അവർക്ക് കുഴപ്പമില്ല, എന്തിനും തയ്യാറായി നടക്കുകയല്ലേ. നമുക്കതല്ലല്ലോ, മനുഷ്യരെ പേടിക്കണ്ടേ. പാതിരായ്ക്ക് കേസ് ഡിസ്കഷൻ, ആളുകൾ എന്ത് വിചാരിക്കും? ശരി, ദിസ് ഇസ് മൈ ലാസ്റ്റ് വിസിറ്റ്. നീയും കൂടെ വാ, നമുക്കത് കഴിഞ്ഞൊരു സെക്കൻഡ് ഷോയ്ക്ക് പോകും. അയ്യോ, പ്രസിഡന്റ് ഡോക്ടർ ലീവാ. ഏത് നിമിഷം എനിക്ക് എമർജൻസി കോൾ വരും. വരട്ടെന്നേ, സെൽഫോണില്ലേ? അയ്യേ, തിയേറ്ററിൽ സെൽഫോൺ അടുപ്പിക്കുന്നത് മഹാ ബോറാണേ. നമുക്ക് സെക്കൻഡ് ഷോയ്ക്ക് നാളെ പോവാം പ്ലീസ് ആനന്ദ്. ശരി, ഞാനൊന്ന് കുളിക്കട്ടെ, നീ പോയി ഫുഡ് എടുത്ത് വെക്കും. വേണുവിന് ഞാൻ ഡൈവോഴ്സ് കൊടുക്കാതിരുന്നത് വാശി കൊണ്ടാണ്. അയാള് വേറൊരു കല്യാണം കഴിച്ച് സുഖിക്കണ്ടെന്ന് ഞാൻ കരുതി. ഹൗ സ്റ്റുപ്പിഡ് I was. കോംപ്ലക്സിന്റെ കൂടായിരുന്നു അയാൾ. പട്ടിണി കിടന്നവൻ സമൃദ്ധിയിലേക്ക് വന്നപ്പോ കാണുന്നതല്ല അയാൾക്ക് കുറ്റം. ഞാൻ ഉടുത്താലും ഒരുങ്ങിയാലും കുറ്റം. അങ്ങോട്ട് നോക്കരുത്, ഇങ്ങോട്ട് തിരിയരുത്. എന്നെ കാണാൻ വരുന്ന പേഷ്യൻസിനെ വരെ അയാൾക്ക് സംശയമായിരുന്നു. കോൺഫിഡൻസ് ഇല്ലാത്ത ബോറൻ. നിവൃത്തി കേട്ടപ്പോ അടിച്ചിറക്കി ഞാൻ. പക്ഷെ അരുൺ, അവൻ അയാളെ ഇഷ്ടമായിരുന്നു. അവന്റെ മനസ്സ് വേദനിച്ചാൽ അതോർത്തായിരുന്നു അന്ന് ഞാൻ അവനെ പിടിച്ചു വെക്കാതിരുന്നത്. ഇപ്പൊ ആലോചിക്കുമ്പോ അതൊരു തെറ്റായിപ്പോയി. ആനന്ദ്, നിങ്ങൾ വിചാരിച്ചാൽ ഈ കേസ് അനന്തമായി നീട്ടാൻ കഴിയും. കഴിയും. അത് കിട്ടാതെ അയക്ക് സ്വസ്ഥ ജീവിതം സാധ്യമല്ല. ലെറ്റ് ഹിം ഗോ ടു ഹെൽ. ഞാൻ ഡൈവോഴ്സ് കൊടുക്കാം, പകരം മകനെ എനിക്ക് കിട്ടണം. ഇത്ര തിടുക്കത്തില് ഒരു തീരുമാനം വേണോ? കോടതിയിൽ എന്താ പ്രശ്നം? പ്രായപൂർത്തിയാവാത്ത കുട്ടിയെ അമ്മയ്ക്ക് കൊടുക്കാനേ വിധിയുണ്ടാവൂ. അത് ശരിയാണ്. പക്ഷേ അപർണയ്ക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു മനംമാറ്റം. Why do you want to hurry? Because I'm in love. പക്ഷേ ഒരു പ്രോബ്ലം. എന്റെ ആൾ മാരീഡാണ്. ആനന്ദ് കുട്ടികളില്ലാത്ത ദുഃഖത്തിലാണല്ലോ. എന്റെ മകനെ സ്വന്തം മകനായി കരുതിക്കൂടെ? നമ്മുടെ മകൻ അരുണിനെ അങ്ങനെ കരുതിക്കൂടെ? മണി 10 ഇതെന്താ അസമയത്ത് ഇങ്ങനൊരു കളി? ഇളകിയതായിരിക്കും. കൂടെ കളിക്കുന്ന വിടങ്ങോരൻ ക്ഷീണിച്ചു. ഒരു നിക്കറും ബാറ്റും ഉണ്ടായിരുന്നെങ്കിൽ ഗോൾഡൻ ചാൻസാ. അതിന് എനിക്ക് ഷട്ടിൽ അറിയാം. ഞാനിപ്പോ എന്തും കളിക്കുന്ന പരുവത്തില്ല.